കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ ഇന്നും കടലേറ്റം. വളഞ്ഞ വഴിയും ആറാട്ടുപുഴയിലുമാണ് ശക്തമായ തിര അനുഭവപ്പെട്ടത്. കോടികൾ ചെലവാക്കി സ്ഥാപിച്ച് ടെട്രാപോഡുകളും കടലെടുത്തു. രഘുനാഥ് നാരായണനുണ്ട് വിവരങ്ങളുമായി. അതിനു മുന്നേ ഒരു പ്രതികരണം കേട്ടിട്ട് വരാം. ഒരുപാട് വീടുകൾ പോയി ഇതുപോലെ വിഷമങ്ങൾ കണ്ട് ഇരിക്കുന്നു. ഇപ്പം നമ്മുടെ വീടും പോകാനും ഇത് ഉച്ച കഴിഞ്ഞായി. ഇപ്പോൾ ഇത് നേരത്തെ കുറവുണ്ടായിരുന്നു, രാവിലെ കുറവുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞതിന് ശേഷം ഇവിടെ കടൽഭിത്തിയൊന്നും ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നത് അവർ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാതെ ഉള്ളതെല്ലാം നശിച്ചു പോകുന്ന അങ്ങനെ കിടന്നു. ഇപ്പോൾ ഇതൊന്നുമില്ല. ഞങ്ങൾ ഒരുപാട് സമരങ്ങൾക്കും എല്ലായിടവും പോയതാണ്. പറയാനല്ലേ കഴിയത്തുള്ളൂ. ഇന്ന് MLA വീട്ടിൽ പോയി വിളിച്ചുണർത്തി സംസാരിച്ച് ഇവിടെ കടൽഭിത്തി വരണം, ഞങ്ങൾക്ക് കല്ലിട്ട് വരണം, തീരെ സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും ചെയ്യില്ല. ഒന്നും കാണാത്ത മട്ടിന് പോയി വിളിക്കുക. അവർ വന്ന് നോക്കി അവർ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞും പോകുന്നവരെ പിന്നെ ഈ വഴിക്കേ കാണത്തില്ല. രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, തീരദേശ പ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ മുന്നറിയിപ്പ് ഇന്നലെ തന്നെ നൽകിയിരുന്നു. ഈ കടൽഭിത്തി കെട്ടാത്തത് വലിയൊരു ആശങ്കയായി തുടരുകയാണല്ലേ? അതെ, കാരണം ഇന്നലെ വൈകുന്നേരവും ഇന്നുമാണെങ്കിലും ഈ കടലേറ്റം ഉണ്ടായ സ്ഥലങ്ങളിൽ കടൽഭിത്തി ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് കൂടുതൽ കടൽ കയറിയത്. ഇപ്പോൾ ഈ തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴയാണെങ്കിലും അല്ലെങ്കിൽ ഈ വളഞ്ഞവഴിയിലുമൊക്കെ ആണെങ്കിലും ഞാൻ നമ്മുടെ ആ പ്രതികരണത്തിൽ അമ്മ പറഞ്ഞതുപോലെ കടൽഭിത്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഇല്ല. കോടികൾ ചെലവാക്കിയാണ് ടെട്രാപോഡ്, അതായത് പാറ ഇറക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണ് എന്നുള്ള അർത്ഥത്തിലാണ് ടെട്രാപോഡ് ഇറക്കിയത്. അത് ഒരു പരിധിവരെ ഫലം കാണുകയും ചെയ്തു. എന്നാൽ ചിലയിടങ്ങളിൽ തിര ശക്തമാവുകയും അവിടെ ടെട്രാപോഡ് ഉൾപ്പെടെ കടലിലേക്ക് ഒഴുകിപ്പോകുന്ന സ്ഥിതിയാണുള്ളത്. ഇന്ന് രാവിലെ ഒന്നും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ വേലി ഏറ്റ സമയത്ത്, അതായത് ഉച്ചയ്ക്ക് ശേഷം സൂര്യൻ പടിഞ്ഞാറേക്ക് മാറുന്ന സമയത്താണ് വേലിയേറ്റം ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞാണ് ശക്തമായ തിര ഉണ്ടായത്. പക്ഷെ ഇന്നലെ ഉണ്ടായ പ്രദേശങ്ങൾ, ചില പ്രദേശങ്ങളിൽ, പുന്നപ്ര അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്ന് കള്ളക്കടലിന്റെ ഭാഗമായി കടൽ കയറിയിട്ടില്ല. പക്ഷേ ആറാട്ടുപുഴ, ഒപ്പം തന്നെ വളഞ്ഞവഴി അടക്കമുള്ള സ്ഥലങ്ങളിൽ ശക്തമായ കടൽക്കയറ്റമുണ്ട്. രാത്രിയോടുകൂടി ഒരു പക്ഷേ കൂടുതൽ ശക്തമായി തിരയടിക്കും എന്നുള്ളൊരു ആശങ്ക തീരത്ത് താമസിക്കുന്നവർക്കുണ്ട്. മുൻകരുതൽ ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ആരും കടലിലേക്ക് പോയിരുന്നില്ല. ഒപ്പം തന്നെ തീരത്ത് നിന്ന് വള്ളവും വലയും ഒക്കെ ഇന്നലെ തന്നെ മാറ്റിയിരുന്നു. അതുകൊണ്ട് നാശനഷ്ടമില്ല. പക്ഷേ ഈ തീരത്തോട് ചേർന്ന് വർഷങ്ങളായി ഇങ്ങനെ കടൽ കയറി വരുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ മുഴുവൻ തീരമേഖലയിലുള്ളത്. പ്രത്യേകിച്ച് ഈ ആറാട്ടുപുഴ, വളഞ്ഞവഴി അടക്കമുള്ള പ്രദേശങ്ങളിൽ തീരം വല്ലാണ്ട് കുറഞ്ഞു വരുന്ന അവസ്ഥയാണ്. പലപ്പോഴും ആ തീരത്തുള്ള ആളുകളൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും ചില ആളുകളൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെയാണ് കഴിയുന്നത്. കാരണം ആ വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. ആ ഒഴിഞ്ഞു പോയ വീടുകളിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ആളുകൾക്ക് വല്ലാണ്ട് ദുരിതമാണ്. സാധാരണ നിലയിൽ ഈ വേലി അല്ലെങ്കിൽ ഈ കടൽക്കയറ്റമൊക്കെ ഉണ്ടാകുന്നത് മഴക്കാലത്താണ്. കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ, മഴയെ തുടർന്ന് കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ തിര ആഞ്ഞടിച്ച് വ്യാപകമായി കടൽ കയറുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ വേനൽക്കാലത്ത് ഇത്തരത്തിൽ കള്ളക്കടലിൽ നിന്നൊക്കെ ഉള്ളൊരു പ്രതിഭാസം ഉണ്ടാകുന്നത് ആദ്യമാണ്, അല്ലെങ്കിൽ അത്ര പരിചിതമല്ല. ശരി രഘു, ആലപ്പുഴയിലെ വളഞ്ഞ വഴിയിലും ആറാട്ടുപുഴയിലുമാണ് ശക്തമായ രീതിയിൽ തിര അനുഭവപ്പെട്ടത്.